ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആളെ കിട്ടി ജിൻഷാദ് ഈ മലപ്പുറത്ത്. ഞാൻ പറഞ്ഞില്ലേ ഒരു ഹായ് പറ ആദ്യം. ജിൻഷാദ് ഭായി മലപ്പുറത്ത് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവര് എനിക്ക് ഡെലിവറി ചെയ്ത സമയത്ത് അപ്പോൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ അവിടെ വെച്ചിട്ട് പോയപ്പോൾ എനിക്ക് വിഷമമായി. അപ്പോൾ ഞാൻ കുറച്ച് വിഷമമായിട്ട് പറഞ്ഞു എന്താണ് ഇങ്ങനെ ചോദിച്ചു. അതിൻ്റെ പ്രകാരമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് പറഞ്ഞില്ല. അപ്പോൾ സോറി. അപ്പോൾ വീഡിയോ തന്നെ ഞാൻ സോറി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല വീഡിയോ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ मोहम्मद मोहसिन आप किधर से? पाकिस्तान से। कितने साल हो गया ये काम करते हुए? सिर्फ 6 महीना। काम कैसा है? ओके अभी धूप के वजह से थोड़ा गर्मी थोड़ा ज़्यादा होगा, सही है ना? ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ സൈക്കിളിൽ പോകുന്ന കുറച്ച് ഡെലിവറി ബോയ്സ്, മരുഭൂമിയിൽ ഡെലിവറി ബോയ്സ്. अल्हम्दुलिल्लाह अल्हम्दुलिल्लाह। आपका नाम क्या है? मोहम्मद कदीर। ओके ओके किधर से आप? पाकिस्तान से। ये डिलीवरी का काम कितना साल हो गया कर रहा हूँ? मैं 4 साल से काम कर रहा हूँ। 4 साल से। इधर ही फुजरा में ही? नहीं, फजीरा में 2 साल हो गए। पहले 2 साल फुरफुरान में काम। ഓക്കെ ഓക്കെ. സ്റ്റോറേജ് ഇവിടെ കുറേ ആൾക്കാരുണ്ട്. എല്ലാ ആൾക്കാരും ഇതാ ഡെലിവറി ബോയ്സ് ഇതാ. അപ്പോൾ ഓക്കെ. हेलो हाय गुड मॉर्निंग नमस्कारम अस्सलाम वालेकुम सत श्री अकाल. वेलकम टू माय न्यू ब्लॉग. पूरा लोगों को नया ब्लॉग में स्वागत. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്താണെന്ന് എല്ലാവരും ഞാനിങ്ങനെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലൊക്കെ വെൽക്കം ചെയ്യുന്നതല്ലേ. ഇന്നൊരു പ്രത്യേകതരം വീഡിയോ എടുക്കാൻ പോകുന്നത്. കണ്ട വെയിലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. വെയിലത്ത് നിൽക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മളെ നാട്ടിൽ, അതായത് ഇവിടെ നമ്മളെ ദുബായിൽ, അതായത് UAE ചൂട് തുടങ്ങി, ഗംഭീര ചൂട് തുടങ്ങി. അപ്പോൾ ഈ ചൂട്ട സമയത്ത് ഞാൻ എന്താ പറയുക, നമ്മൾ തമ്മിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ, നമ്മളെ ഡെലിവറി ബോയ്സിൻ്റെ ഒരു വ്ളോഗ് ചെയ്യാൻ പോകും. കുറേ ദിവസമായി, എന്താ പറയുക, വന്നിട്ട് ഒരു മാസങ്ങളായി ഞാൻ വിചാരിക്കുന്നു അവരൊരു വീഡിയോ ചെയ്യണം. അതിനൊരു കാരണമുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഡെലിവറി ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ കുറച്ച് ലേറ്റ് ആയപ്പോൾ ഞാൻ കുറച്ച് ഷൗട്ട് ചെയ്തു. പിന്നെ എനിക്ക് മനസ്സിലായി, നമുക്ക് ഈ വെയിലത്ത് വണ്ടി ഓടിച്ചിട്ട് പോകുന്ന സമയത്ത് അവരുടെ ചൂടും, മഴക്കാലത്ത് തണുപ്പ്, പക്ഷേ ചൂട് കാലത്ത് ഭയങ്കര പ്രശ്നമാണ് ഇവിടെ ബൈക്ക് ഓടിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരുടെ ഒരു വ്ളോഗ് ചെയ്യാം. ഒരു ഐഡിയ ഇല്ല, ഞാൻ വെറുതെ ഇങ്ങനെ എന്താ പറയുക, ഒരു വെയിലത്ത് നിന്ന് തന്നെ ചെയ്യാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മനസ്സിലായല്ലോ. എന്താ പറയുക, അത്ര വെയിലത്ത് നിന്നിട്ടാണ് അവർ വണ്ടി ഓടിച്ചിട്ട് പോകുന്നത്. നേരത്തെ തന്നെ കുറേ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അവരുടെ വീഡിയോ അവർ പോകുന്ന സമയത്ത് നടന്നു പോകും. ആ സമയത്ത് അവരെ കാണും. അപ്പോൾ ഒന്ന് കാര്യങ്ങൾ ചോദിക്കാമെന്ന്. പിന്നെ ഞാൻ മദീന എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരാളെ കാണാനുണ്ട്. അവന് ഞാൻ ഷൗട്ട് ചെയ്ത് അവനെ കാണാൻ പറ്റുമോ നോക്കട്ടെ. ഷൗട്ട് ചെയ്യാൻ സോറി പറയണം, പറ്റുമെങ്കിൽ സോറി പറയണം, ഇല്ലെങ്കിൽ അവർക്കുള്ളൊരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വ്ളോഗ് ചെയ്ത് ഒരു ഗ്രൗണ്ടിൻ്റെ അടുത്ത് വ്ളോഗ് ചെയ്തതാണ്. അപ്പോൾ എന്തിനാണെന്നറിയോ ഇവിടുന്ന് ഞാൻ ചെയ്യാൻ കാരണം, ഇവിടെ കുറച്ചിങ്ങനെ മരങ്ങളുണ്ടാവും. വേണ്ട, ഇവിടെയൊക്കെ മരങ്ങളുടെ അടുത്തൊക്കെ അവരിങ്ങനെ വണ്ടികൾ പാർക്ക് ചെയ്യും. വേണ്ട, ഞാൻ എവിടെയെങ്കിലും അവരെ കാണാമെന്ന് വിചാരിച്ചു, പക്ഷേ കണ്ടില്ല. കണ്ടാ, അവരുടെ ബൈക്കുകളാണ്. കണ്ടാ, ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഓരോരോ മരത്തിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ കുറേ സ്ഥലത്ത് കാണാറുണ്ടായിരുന്നു ഇങ്ങനെ വണ്ടി ഇങ്ങനെ പല സ്ഥലത്ത് പാർക്ക് ചെയ്ത്. അപ്പോൾ ഇപ്പം നല്ല വെയിൽ തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് അവർ പോയി. നമുക്ക് എന്തായാലും നോക്കാം ഇന്ന് അവരെ കാണാൻ പറ്റുമോ, അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. എന്ത് ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെയിലത്ത് ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും, മഴക്കാലത്ത് ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും, പിന്നെ എന്താ പറയുക, ഞാൻ ഇപ്പോൾ ഷൗട്ട് ചെയ്യുന്നു പറഞ്ഞല്ലോ, അതേപോലെ ആരെങ്കിലും ഇങ്ങനെ ഷൗട്ട് ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെയാണ് അവരുടെ അനുഭവങ്ങളെന്ന് വെറുതെ ഒന്ന് ചോദിക്കാം. ഇത് കണ്ടോ, ഇഷ്ടം പോലെ വണ്ടികളിങ്ങനെ ഈ ഒരു തണലത്തിങ്ങനെ പാർക്ക് ചെയ്യുന്ന കാണാം. ഇഷ്ടം പോലെ വണ്ടികളിങ്ങനെ തണലത്തിങ്ങനെ പാർക്ക് ചെയ്യുന്ന കാണാം ഈ ബൈക്കുകൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആൾക്കാരെങ്കിലും ഉണ്ടാവും, ആരും കാണുന്നില്ല. നമുക്ക് അങ്ങോട്ട് നടന്നു നോക്കാം. നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരെയും കാണും. ഞാനിപ്പം എൻ്റെ ഫ്ലാറ്റിൻ്റെ മുമ്പിലാണ് ഉള്ളത്. അതിൻ്റെ അടുത്തുള്ള പാർക്കിങ്ങിലാണ് പോയത്. നമ്മൾ ഫ്ലാറ്റിൻ്റെ പിന്നിലുള്ള പള്ളി, അന്ന് ഞാൻ ഫസ്റ്റ് വ്ളോഗെല്ലാം ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇവിടെ നിന്നാണ് തുടങ്ങിയത്, ഓർമ്മയുണ്ടോ? അവിടെയുള്ള പാർക്കിൻ്റെ മുമ്പിലേക്ക് കൂടി ഇങ്ങനെ നടക്കുന്നു. ഒരു വെയിലത്ത് നടക്കുന്നത്. ഇതാ ഒരു വണ്ടി ഇങ്ങനെ പോകും. പക്ഷേ ഒരാളെ കിട്ടേണ്ടതായിരുന്നു. മദീനയിലുള്ള ആളാന്ന് തോന്നുന്നു. ഞാൻ മദീന സൂപ്പർ മാർക്കറ്റിൽ അങ്ങോട്ടാണ് പോകുന്നത്. ഇതും ഒരു ഡെലിവറി ബോയ് ആണ് കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിൽ ഇങ്ങനെ ബൈക്കുകളുണ്ടാവും. ഈ ബൈക്കുകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഡെലിവറിയാണ്. അങ്ങനൊരു ഡെലിവറി വണ്ടി വരുന്നുണ്ട്. നമുക്ക് അവനോടൊന്ന് ചോദിച്ചു നോക്കാം. അയാൾ നിർത്താതെ പോയി.
ഒരാൾക്കാരെ കണ്ട് ചോദിക്കാന്ന് വെച്ചാൽ ആരെയും കണ്ടിട്ടില്ല. അപ്പം ഞാനങ്ങനെ മദീന എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ഡെലിവറി ബോയിനെ ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ. അപ്പോൾ മദീന സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ട് ഉള്ളിലാണ്. അപ്പോൾ ഞാൻ ആദ്യം അവിടെ പോയിട്ട് അയാളൊന്ന് കാണാൻ പറ്റുന്നു കേട്ടോ. ഒന്നുമില്ല, അന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാരണം ഒരു ചെറിയ വ്ളോഗ് ചെയ്യുന്നതെന്ന് പറയട്ടെ. ഞാൻ അന്ന് പറഞ്ഞതിന് ഒരു സ്റ്റോറി പറയട്ടെ, പറ്റുമോ കണ്ടാൽ അത് നോക്കട്ടെ. ആക്ച്വലി ഞാൻ വലിയ ചീത്തൊന്നും പറഞ്ഞിട്ടില്ല, വെറും ചെറിയൊരു എന്താ പറയുക, എന്താണ് ഇങ്ങനെ ലേറ്റ് ആയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സോറി കുറേ പറഞ്ഞു. ലേറ്റ് ആയതിൻ്റെ മാത്രമല്ല, അവർ എനിക്ക് കൈ തരാതെ അവിടെ വെച്ചിട്ട് പോകും. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലായിരുന്നു. പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോൾ നമുക്കൊരു റിഗ്രറ്റ്സ് ഉണ്ടാവുമല്ലോ. മദീനയിലേക്ക് പോയി. അപ്പം മലപ്പുറത്തുള്ള ജിൻഷാദ് എന്ന് പറഞ്ഞ ഒരാളാണ് ഡെലിവറി ബോയ്. ഞാൻ നമ്പർ വാങ്ങിച്ച് വിളിച്ചിട്ടുണ്ട്. ഡെലിവറിക്ക് പോയിട്ടാണ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം കാണിച്ചത്. എന്നാലും ബൈക്കും കൂടിയാണല്ലോ നമ്മൾ കഴിഞ്ഞ വീഡിയോ. ഒരു ബൈക്ക് കണ്ടോ നിങ്ങൾ? അത് കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങോട്ട് നടന്നതാണ് ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത്. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ പോലീസിൻ്റെ വണ്ടിയാണ്, ഹാർലി ഡേവിഡ്സൺ. നോക്കിയാ ഉണ്ടോ, ബൈക്ക് കണ്ടോ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പോലീസിൻ്റെ ബൈക്ക്. പോലീസിന് എഴുതുകയാണേ, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല അവിടെ പോലീസ് അല്ലാണ്ട് ഇവിടെ പോലീസിന് എഴുതില്ലല്ലോ. അതിൻ്റെ മേലെ എഴുതാണ് പോലീസ്. അതുകൊണ്ട് ഞാൻ പറയാം പോലീസിൻ്റെ ബൈക്ക്, ഹാർലി ഡേവിഡ്സൻ്റെ ബൈക്കാണ് പോലീസിൻ്റെ കയ്യിലുള്ളത്. ഗൈസ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആളെ കിട്ടി, ജിൻഷാദ് ഈ മലപ്പുറത്ത്. ഞാൻ പറഞ്ഞില്ലേ ഒരു ഹായ് പറ ആദ്യം. ജിൻഷാദ് ബൈക്ക് മലപ്പുറത്ത് അല്ലേ? മലപ്പുറത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഡെലിവറി ചെയ്ത സമയത്ത് അപ്പോൾ അന്ന് കുറച്ച് ലേറ്റായി. അവിടെ വെച്ചിട്ട് പോയപ്പോൾ എനിക്ക് വിഷമമായി. അപ്പോൾ ഞാൻ കുറച്ച് വിഷമമായിട്ട് പറഞ്ഞു, എന്താണ് ഇങ്ങനെ ചോദിച്ചു. അതിൻ്റെ പ്രകാരമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് പറഞ്ഞില്ല. അപ്പോൾ സോറി. അപ്പോൾ വീഡിയോ തന്നെ ഞാൻ സോറി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല വീഡിയോ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സമ്മർ സീസൺ തുടങ്ങി, ചൂട്. ഇതൊരു ബൈക്കിൽ വണ്ടി ഓടിച്ചിട്ട് പോകുന്ന സമയത്ത് ഇവരുടെ കൂട്ടത്ത് ഉള്ള ഇവരുടെ അനുഭവം ഒന്ന് ഷെയർ ചെയ്തിട്ടാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് അനുഭവങ്ങൾ ചോദിക്കാം. അപ്പോൾ ആദ്യനോട് പറഞ്ഞു, നമുക്ക് കണ്ടപ്പാടാണ്, മദീനല്ല ചേട്ടാ, കണ്ടപ്പാടാണ്, ഒന്ന് മദീനയിൽ പോയി പറയണോ, എന്നിട്ട് ഞാൻ വരാം. ആയിക്കോട്ടെ, നിങ്ങളൊന്ന് മദീന പോയി പറഞ്ഞിട്ട് സമയത്തിന് പറയാം. ഷോപ്പിൽ പറഞ്ഞിട്ട് വന്ന് ഡെലിവറി അവിടെ തിരക്കൊന്നുമില്ല അല്ലേ? ഇപ്പോൾ തിരക്കൊന്നുമില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മളോട് ഷെയർ ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. റിൻഷാദ് എന്ന പേര്. എവിടെ? മലപ്പുറം മഞ്ചേരി. അപ്പം ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഇവിടെ വന്നിട്ട് 8 വർഷമായി ഏകദേശം. 8 വർഷമായി. അപ്പോൾ ഈ ഇതിൻ്റെ നമ്മൾ ഡെലിവറിൻ്റെ ജോലി തുടങ്ങിയിട്ട്? ഡെലിവറി ആദ്യം സൈക്കിളായിരുന്നു, ബ്ലാസസ് മോഡലായിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇപ്പം മദീനയിലാണ്. മദീനയിൽ വന്നിട്ട് 2 വർഷമായി. അപ്പം ഈ ജോലി ചെയ്യുന്ന സമയത്ത്, ഈ വെയിലത്തൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഉള്ള എങ്ങനെയാണ് നിങ്ങളെ ഇത്? വെയിലായാലും മഴയായാലും പൊടിയായാലും ഒക്കെ നമ്മള് ഡെലിവറി ചെയ്തേ പറ്റുള്ളൂ. അതെ. എന്നാൽ കാഠിന്യം കൂടുതൽ ഉണ്ടാവില്ല? ഇല്ല, നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല ചൂട് വരുമ്പോഴോ? നമ്മൾ ഒന്നാമത് ലോങ് ഒന്നും പോകുന്നില്ല, ഇപ്പൊ എടുത്തേ ഉള്ളൂ. അതായത് ഇവിടുന്ന് സിക്കിംഗാമ് അല്ലെങ്കിൽ അല്ലേന്ന് ഈട്ടാവട്ടത്തെ ലുലുവായി ഈട്ടാവട്ടത്തുന്നുള്ളൂ. അതെ, കൂടുതലായിട്ട് ലോങ് ഒന്നും പോകുന്നില്ല. അപ്പം മഴയാണെങ്കിലും വെയിലാണെങ്കിലും പിന്നെ എന്താ പറയാ, നല്ല തണുപ്പാണെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. ഓക്കെ. പക്ഷേ എന്താ പറയാ, നമ്മൾ ഇപ്പം ഇനി വെയിൽ അധികം വരാൻ പോവാണ്. ഇപ്പോൾ ഏപ്രിൽ കഴിഞ്ഞ് ഇനി മെയ് ജൂൺ ജൂലൈ ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി അധികമാകും. അത് ആ സമയത്ത് വണ്ടി ഓടിക്കാൻ കുറച്ച് വിഷമല്ലേ? നമുക്ക് ജോലി തന്നെയല്ലേ? അതെ, സത്യമാണ്. എത്രയായാലും നമ്മളൊരു വെയിലത്ത് നടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വിഷമം അറിയാം. പക്ഷേ അവർ എത്രയാണ് അവർ ജോലിയല്ലേ, അതാണ് അതൊരു പോയിന്റ്. പക്ഷെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറയാൻ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു 5 മിനിറ്റ് ലേറ്റ് ആയാലും നമ്മൾ അവരോട് കുറച്ച് പേഷ്യൻസ് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഓടിപ്പിടിച്ച് എത്തേണ്ടതല്ലേ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഫുഡിൻ്റെ ഡെലിവറി അല്ല, സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്ന സ്ഥലമാണ്. അതെ, സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്ന സ്ഥലമാണ്. ഫുഡിൻ്റെ ആൾക്കാരില്ലാത്ത സമയത്ത് നമുക്ക് 5 മിനിറ്റ് ലേറ്റ് പോയാൽ നല്ലോണം ചീത്ത പറയും. നമ്മൾ എന്താ പറയുക, എല്ലാം ചെയ്യുന്നില്ല, പക്ഷേ ചെയ്യുന്ന ആളുകൾ. അപ്പോൾ എനിവേ, താങ്ക് യു. ഓക്കെ, ശരി. പുള്ളിയുടെ ജോലിക്ക് പോയി, അടുത്ത ഡെലിവറിക്ക് പോയി. അപ്പോൾ ഞാൻ ഈ സിഗ്നൽ ക്രോസ് ചെയ്തില്ലേ, അപ്പോൾ അവിടെയും കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഞാൻ അവിടെ പോയി നോക്കട്ടെ. കുറച്ച് ഹിന്ദിക്കാർ, പാകിസ്ഥാനികൾ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കുറേ കൊല്ലങ്ങളായി ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഒന്ന് നമുക്ക് അവരും കൊണ്ട് ചോദിച്ചറിയാം. വേറൊരു ഡെലിവറി പോകുന്നുണ്ടോ? ഞാൻ ഇന്ന് മൊത്തം ഈ വീഡിയോ ഡെലിവറി ബോയ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. ഡെലിവറി ബോയ് ആണ് പോകുന്നത്, സൈക്കിൾ ഓടിച്ചിട്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്തെത്തിയ ഇവിടെ എപ്പോഴും ഇഷ്ടം പോലെ വണ്ടികൾ ഉണ്ടാകുന്നതാണ്.
ഇത് ഈ ഷെയ്ഡിൽ പാർക്ക് ചെയ്യുന്നത്. ഞാൻ പണ്ട് ഫിഷ് മാർക്കറ്റ് അതാണ് ഒരു വ്ളോഗ് ഫിഷ് മാർക്കറ്റിൽ അവസാനിപ്പിച്ചില്ലേ, അന്ന് ഇത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരാണ്. ഇഷ്ടം പോലെ വെച്ചാൽ അത്രക്കൊന്നുമില്ല, ഒരു 5, 6, 7, 8, 9, 10 ആൾക്കാരുള്ളത് എന്തായാലും ഇവിടെ വന്നിട്ട് പോകാറുണ്ടായിരുന്നു. ഇപ്പം നോക്കുമ്പോൾ ആരും കാണുന്നില്ല. പക്ഷേ ഈ സ്ഥലം നോക്കിയാട്ടെ, ഇതേപോലെ തന്നെ അന്ന് ഞാൻ പറഞ്ഞത് സ്ഥലം നോക്കിയാൽ അയ്യോ. ബട്ട് ഐ വിൽ വെയിറ്റ് ഹിയർ. നോക്കാം ആരെങ്കിലും വരുമോ നോക്കാം. അപ്പം ഞാനിങ്ങനെ കുറേ സമയം അവിടെ കാത്തു നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളെ കണ്ട് പരിചയപ്പെട്ടതാണ്. ഇപ്പം ഇവിടെ बहुत लोग इधर 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 आता है ना, पार्किंग करता है ना बहुत लोग, है ना? हाँ ओके ओके। आपका नाम क्या है? मोहम्मद मोहसिन। आप किधर से? पाकिस्तान से। कितने साल हो गया ये काम करते हुए? सिर्फ 6 महीना। काम कैसा है? ओके। अभी धूप के वजह से थोड़ा गर्मी थोड़ा ज़्यादा होगा, सही है ना? हाँ ओके ओके। मैं ऐसे ही उधर से व्लॉग करके इधर आ रहा था। मैंने हमेशा इधर आते ही बहुत लोगों को देखा था, इसलिए मैंने सोचा इधर होगा, इसके लिए आया था इधर। तो आप जा रहा था तो इसलिए मैं हाथ उठाकर आपको बुलाया। एनीवे थैंक यू, धन्यवाद। तो ये व्लॉग में आएगा तो ज़रा आप शेयर करने का, आप लोगों का डिलीवरी बॉय के लिए एक व्लॉग। ओके थैंक यू। ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ സൈക്കിളിൽ പോകുന്ന കുറച്ച് ഡെലിവറി ബോയ്സ്, മരുഭൂമിയിൽ ഡെലിവറി ബോയ്സ്. ഇന്നത്തെ വീഡിയോ മൊത്തം ഡെലിവറി ബോയ്സ് ഓൺലി. ഞാൻ വിചാരിച്ചു നമ്മൾ എന്താ പറയുക, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഞാൻ വിചാരിച്ചു അവനെ കാണാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത്. അവനെ കണ്ടു. എന്താ പറയുക, അന്ന് ഞാൻ കുറച്ച് ഇങ്ങനെ ഹാർഡായി പറഞ്ഞപ്പോൾ ഒരു ചെറിയ വിഷമം. അപ്പോൾ അതൊന്ന് ഇപ്പം കണ്ടപ്പോൾ എന്താ രസം, എന്താ ഫീലിങ്. അവനോട് നേരിട്ട് കണ്ട് അവൻ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ഞാനിങ്ങനെ വരുന്നോ. എത്ര ഇപ്പോൾ 5-6 മാസം കഴിഞ്ഞ വർഷമായിരുന്നു. അവൻ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ അത് ഒരു വീഡിയോ ആക്കുന്ന സമയത്ത് അതിലപ്പുറം സന്തോഷം. ഇപ്പോൾ നേരത്തെ ഒരാളെ കണ്ടതാണ്. അപ്പോൾ ഒരാളെ കണ്ട് ഞാൻ ഒന്ന് ചോദിച്ചതാണ്, അയാൾ വരുന്നുണ്ട്. ആ ഭയ്യ നാം कैसा है आपका? सॉरी? अल्हम्दुलिल्लाह अल्हम्दुलिल्लाह। आपका नाम क्या है? मोहम्मद कदीर। ओके ओके। किधर से आप? पाकिस्तान से। ये डिलीवरी का काम कितना साल हो गया कर रहा हूँ? मैं 4 साल से काम कर रहा हूँ। 4 साल से। इधर ही फुजरा में ही? नहीं, फजीरा में 2 साल हो गए। पहले 2 साल पुरफगान में काम। ओके ओके। ये फूड डिलीवरी है क्या? यस, फूड डिलीवरी। ओके। ये गर्मी में काम कैसे है अभी? गर्मी अभी स्टार्ट हो गया तो मौसम थोड़ा गर्म ज़्यादा है अभी। हाँ, हम लोग के लिए फिर थोड़ा मुश्किल होता है। मुश्किल होता है। ओके। कितने किलोमीटर काम करता है एक दिन? कितने किलोमीटर काम करता है एक दिन? लगभग कितना? 100 के ऊपर? हाँ, इतना हो जाता है। 100 കിലോമീറ്ററിന് മുകളിൽ ഒരു ദിവസം യാത്ര ചെയ്യും. ഓക്കെ. ഞാനൊന്ന് വരുന്ന സമയത്ത് ഒന്ന് ചോദിച്ചതാണ്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ അവിടം വരെ പോയി തിരിച്ചു വന്നു. അങ്ങനെയാണ് നമുക്ക് വീഡിയോ എടുക്കാൻ സമ്മതിച്ചത്. मैं मलयालम में बात कर रहा है। ओके। तो गर्मी में और बारिश में काम कैसे है? बारिश में बहुत मुश्किल होता है। मुश्किल होता है। बहुत मुश्किल। ओके ओके ओके। स्लीपिंग बहुत होती है। ओके ओके ओके। बारिश में काम। अब गर्मी में आप यही पहन के जाते हैं? मतलब गर्मी ज़्यादा आके तो शरीर पर आ जाएगा ना? हाँ, ये यूनिफॉर्म है हमारा, यही। ओ ये यूनिफॉर्म है। रेस्टोरेंट। ओके। कोट कुछ भी नहीं है? नहीं। ओके एक्चुअली। अब ओके थैंक यू भैया, थैंक यू। ओके ऑल द बेस्ट. ഞാനിവിടെ ഒരു അരമണിക്കൂറോളം കാത്തു നിന്നിന്. ഒരു 2-3 ആളെ കണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ലാസ്റ്റ് ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, മലയാളിയായിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ മലയാളികളും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. മലയാളികൾ ഗ്രോസറി, അതേപോലെ നമ്മളെ മദീന സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഇതിലാണ്. ഫുഡ് ഡെലിവറിയിൽ കൂടുതലും പാകിസ്ഥാനികളും ബംഗാളികളൊക്കെയാണ് കൂടുതലും വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. ഇത് കണ്ടെടുത്തോളം ഞാൻ ഇതിന് മുമ്പേ, ഇത് വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് ആൾക്കാരെ ഞാൻ നോക്കിയിരുന്നു. ഇങ്ങനെ ബൈക്കിൽ പോകുമ്പോൾ ചോദിച്ചിരുന്നു. അപ്പോൾ കൂടുതൽ കണ്ട പാകിസ്ഥാനികളാണ്. മലയാളികളും ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ കണ്ട മലയാളി പറഞ്ഞു തിരക്കിലാണ്, ഫുഡ് ഡെലിവറി ചെയ്യാൻ പോകാനുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ എനിവേ ഞാൻ എന്താ പറയുക, ഇത്ര കഷ്ടപ്പെട്ട് ഈ വെയിലത്ത് ഇങ്ങനെ ഇപ്പോൾ സമയം ഞാൻ 10-11 മണിക്ക് തുടങ്ങിയതാണ്. ഇപ്പോൾ സമയം 1 മണിയായി. നല്ല വെയിലാണ്. അപ്പോൾ ആ സമയം വെയിലിൽ തന്നെ എനിക്ക് നല്ലോണം കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചൂട്ടത്ത്. അപ്പോൾ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഡെലിവറി ഹീറോ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോഴ്സ് കണ്ടു. അപ്പോൾ അതിൻ്റെ മുമ്പിലെ വണ്ടികൾ ഇങ്ങനെ നിർത്തിയിരിക്കുക. ഞാൻ നടന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഡെലിവറീൻ്റെ ഒരു സ്റ്റോറേജ് കണ്ടു. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. എല്ലാ ആൾക്കാരും ഇതാ ഡെലിവറി ബോയ്സ് ഇതാ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇവിടെ ഡെലിവറി ബോയ്സ് ഇഷ്ടം പോലെ ആൾക്കാരെ കണ്ടു. ഡെലിവറി ബോയ്സ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു ഡെലിവറിയുടെ മാത്രമുള്ളൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. കുറേ ആയി ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നു.
അപ്പോൾ ഈ സമ്മർ സീസണിൽ എന്താ പറയുക, ഈ വെയിലത്ത് ഇവർ ഡെലിവറി ബോയ്സ്, അതായത് ബൈക്കിൽ വരുന്ന ഡെലിവറി ബോയ്സ് കണ്ടില്ലേ പോകുന്നതില്ലേ, അത് അവിടെ സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി ചെയ്യുന്ന അവരുടെ സ്റ്റോറാണ്. അവിടെ നിന്ന് ബോയ്സ് ഇങ്ങനെ പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ, അവരുടെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. കുറച്ച് ആൾക്കാർക്ക് കണ്ടു, കുറേ ആൾക്കാർക്ക് പരിചയപ്പെട്ടു, അവരുടെ സന്തോഷങ്ങളും വിഷമങ്ങളൊക്കെ അറിഞ്ഞു. ഒരാൾ സൈക്കിളിൽ പോകുന്നു, അവരുടെ സന്തോഷങ്ങളും വിഷമങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോ, ചെറിയ വീഡിയോ, നമ്മൾ ലോകത്തുള്ള എല്ലാ ഡെലിവറി ബോയ്സിനും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു, അത് ചെയ്തു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.